ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയാവുകയാണ് കേട്ടോ അനന്തപുരി തറവാട്ടിൽ. അനാമിക ഇപ്പോഴും ഇരുന്ന് ചൊറിച്ചിലാണ്. ജാനകി മടി കിടത്തി അനാമികയുടെ കൈയും കഴുത്തൊക്കെ ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട് ദേവയാനി ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആദർശ് നയനയും കൂടെ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോഴേക്കും ദേവയാനി പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് വരാണ്. എടാ, നിൻ്റെ ഭാര്യ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ആദർശ് നയനെ ഇങ്ങനെ പരസ്പരം അന്തം വിട്ട് നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും ജാനകി വരാ, ഇവളോടൊന്നും ഇങ്ങനെ ചോദിച്ചാൽ പോരാ, അല്ലെങ്കിലും ഇപ്പം ആദർശ് സത്യം പറയുമോ, ഇവളുടെ സാരിത്തുമ്പിലല്ലേ ആദർശം എന്നുള്ള രീതിയിൽ ആദർശിനെയും കുറേ കുറ്റം പറയുമോ കേട്ടോ ജാനകി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് ഇങ്ങനെ പറയാണ്, അല്ല കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കതിനുള്ള മറുപടി പറയായിരുന്നു, അല്ലാതെ ചുമ്മാ ഞങ്ങളോട് രണ്ടുപേരോടും ഓരോന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അനാമികയും ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, ഇവളല്ലെങ്കിൽ ഇവളുടെ ചേച്ചി മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ആദർശ് പറയാണ്, എന്താ കാര്യം എന്നാണ് ചോദിച്ചത്, ആരെങ്കിലും പറയുവാണെങ്കിൽ അതിനുള്ള മറുപടി പറയാം എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയാം, ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും നിങ്ങൾ പറയിക്കരുതെന്ന് പറയുമ്പോൾ ദേവേണി പറയാം, എടാ നീ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്കും മോക്കും മുല്ലപ്പൂ വേണം, രാവിലെ ക്ഷേത്രത്തിൽ പോകാനുള്ളതാണ്. അപ്പോൾ ആദർശിക്കുക അതിനിപ്പോൾ എന്ത് പറ്റി, അപ്പോൾ പിന്നെ മോളുടെ മുല്ലപ്പൂവിൽ ആരടാ നായ്ക്കരണപ്പൊടി വിതറിയേ, ദേ ചൊറിഞ്ഞിട്ട് മോളുടെ കൈയും കഴുത്തൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് കേട്ടോ ആദർശ് നയന്. അപ്പോഴാണ് നയനപ്പൊടിയിലെ മുല്ലപ്പൂ ദേവയാനി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഓ ഇവളുടെ തലയിൽ ഇപ്പോൾ എവിടെ നിന്നാണ് ഈ മുല്ലപ്പൂ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ മേടിച്ചതാ. അപ്പം ദേവയാനി ചോദിക്കുകയാണ്, പകരത്തിന് പകരമാണോ, അതാണോ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുവാണ്. അതിനിടയ്ക്ക് ജാനകി വരാണ്, ഇവൾ മനഃപൂർവ്വം ചെയ്തതായിരിക്കും, ഇതല്ല ഇതിനപ്പുറത്തെ അടവ് ഇവളുടെ കയ്യിലുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമിക അത് ഏറ്റുപിടുത്ത് വരികയാണ്, ഇവരല്ലെങ്കിൽ ഇവരെ ചേച്ചി, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, ചുമ്മാ അറിയാൻ പാടില്ലാത്ത കാര്യം പറയരുതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നയനയും പറയുന്നുണ്ട്, നേരാ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്, ഞാൻ ചെയ്തെങ്കിലേ ഞാൻ ചെയ്തു എന്ന് സമ്മതിക്കുള്ളൂ, ചെയ്യാത്ത കാര്യം എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ദേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ടും എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അനാമികയും പറയുവാണ്, അത് നേരാ, ഇത്രയും കാണിച്ചു വെച്ചിട്ട് അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്ക് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ദേവയാനി പറയുകയാണ്, എടി നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോളോടും മോളുടെ വീട്ടുകാരോടും നല്ല മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയും കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നയന അനാമികയെ നോക്കിയിട്ട് പറയാണ്, അമ്മയോടും ഇളയമ്മയോടും ഞാൻ ആവശ്യത്തിലേറെ മര്യാദയ്ക്കാണ് പെരുമാറുന്നത്, പക്ഷേ അത് ഇവളോട് പ്രതീക്ഷിക്കണ്ട ഞാൻ അനാമിയുടെ മുഖത്തടിച്ച പോലെ പറയുമോ കേട്ടോ. അങ്ങനെ പെരുമാറാൻ സൗകര്യമില്ല എന്നും കൂടെ പറഞ്ഞിട്ട് നയന എവിടെ നിന്നങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് അവിടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് ദേവയാനി ആദർശോട് പറയാം, ഇതൊക്കെ നിൻ്റെ കയ്യിൽ തഴമ്പില്ലാത്തതിൻ്റെ അടാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അതിന് പെണ്ണുങ്ങളെ അടിച്ചിട്ടല്ലല്ലോ ആണുങ്ങളുടെ കരുത്ത് കാണിക്കുന്നത്, അങ്ങനെ എൻ്റെ അച്ഛനും ഇളയച്ഛനും ചെയ്തതായിട്ട് ഞാനും കണ്ടിട്ടില്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ജാനകിക്കും ദേവയാനിക്കും അടി കിട്ടിയ പോലെ ആവുകയാണ്. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ചമ്മി അവിടെ നിൽക്കും കേട്ടോ. കഴിഞ്ഞ് ആദർശ് അങ്ങ് പോകുമ്പോഴത്തേക്കും ജാനകി പറയാം, എടത്തി അവനാകെ മാറിപ്പോയി, ഇപ്പം തന്നെ കണ്ടില്ലേ എന്നിങ്ങനെ ചോദിച്ചേക്കുമ്പോഴേക്കും ആകെ നാണം കെട്ട് നിൽക്കും കേട്ടോ ദേവയാനി. അത് കഴിയുമ്പോൾ ആദർശ് നയനെ മുറിയിലോട്ട് പോകുമ്പം നയന ആദർശനോട് പറയുന്നുണ്ട്, എന്ത് പറയാൻ ആദർശേട്ടാ, എല്ലാം ചെയ്തില്ലെങ്കിലും തലയിൽ വരുന്ന ലാസ്റ്റ് എൻ്റെയാ, അന്ന് ആ മാല മോഷ്ടിച്ചത് പിന്നെ പ്രതിയെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ തലയിൽ വന്നേനെന്ന് അറിയാതെ പറഞ്ഞു പോകും കേട്ടോ. അപ്പോഴേക്കും ആദർശ് ചോദിക്കുകയാണ്, അപ്പോൾ പ്രതിയെ കിട്ടിയായിരുന്നോ, അതാരാ, ഇനി ഞാനറിയാത്ത കാര്യങ്ങൾ ഇനിയും നിൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാം, ഉള്ള സത്യം പറയാമല്ലോ ആദർശേട്ടാ, അത് അപ്പച്ചിയാ, അന്ന് അപ്പച്ചിയാ മാല മോഷ്ടിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു, വീഡിയോ എടുത്തു വെച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പറയുന്ന പലതും അപ്പച്ചി കേൾക്കുന്നത്, അതിപ്പോൾ ഒരു കണക്കിന് നന്നായെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ അപ്പച്ചിയും കൂടെ കൂടിയിരുന്നെങ്കിൽ ഇവിടെ എന്താവുമായിരുന്നു അവസ്ഥ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷേ അപ്പച്ചി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നയനയുടെ ഫോൺ അടിക്കുവാണ് കേട്ടോ. അപ്പോൾ നയന പറയുകയാണ്, നവ്യേച്ചിയെ വിളിക്കുന്നത്, എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ചെല്ലും കേട്ടോ നവ്യയുടെ മുറിയിൽ. അപ്പോൾ നവ്യ അവിടെ നല്ല സന്തോഷിച്ച് ഓരോ കാര്യം ഓർത്തിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇത് കാണുമ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് വാതിലടയ്ക്കും കേട്ടോ നവ്യ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആ പൊടി ഇട്ടത്, അതിലൊരു കുറ്റവും എനിക്ക് തോന്നുന്നില്ല, അവളുടെ തലയിലോട്ടത് വെച്ചത് വളരെ നന്നായി, ഇത്രയും നാൾ ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ചിട്ട് അവൾ വണ്ണം വെച്ചല്ലോ, ഇപ്പം ദേ കണ്ടില്ലേ എല്ലാം ചൊറിഞ്ഞ് തടിച്ച്, അങ്ങനെയും അവൾ ഇച്ചിരി വണ്ണം വെക്കട്ടെ എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന അതിന് അന്തം വിട്ടുപോവാണ്. എന്നിട്ട് പറയാണ്, എന്നാലും ഇത്രയും വേണ്ടായിരുന്നു ചേച്ചി എന്ന് പറയുമ്പോഴേക്കും നടന്ന കാര്യങ്ങൾ പറയുക കേട്ടോ നവ്യ പറയാണ്, നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ ഭർത്താവ് നിനക്ക് കൊണ്ടുവന്ന മാല മേടിച്ചു എന്നും പറഞ്ഞ് എന്തൊരു ആഹ്ലാദ പ്രകടനമായിരുന്നു ഇവിടെ എന്നറിയാവോ.
അത്ര ആഹ്ലാദിച്ചപ്പം എനിക്കും ഇങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് തോന്നി. പിന്നെ നമ്മൾ ഇവരെയൊക്കെ സന്തോഷിപ്പിച്ച് നടത്തിയിട്ട് ഒരു കാര്യമില്ല നയനെ. നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വണങ്ങിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. വണങ്ങേണ്ടവരെ വണങ്ങണം, അല്ലാത്തവരെ വണങ്ങിയിട്ട് കാര്യമില്ല എന്ന് നബിയെ പറയുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അതുമാത്രമല്ല എന്ന് വേണേലും പുറത്താക്കാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരെയും ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുകയാണ്, എല്ലാവരും ബോധിപ്പിച്ച് ജീവിക്കാനൊന്നുമല്ല, മറുപടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാം, പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും നവി പറയുകയാണ് ഒട്ടും കൂടിപ്പോയില്ല എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോഴേക്കും അവർ രണ്ടും അനാമികയുടെ കാര്യം അവസ്ഥ ഓർത്തിട്ട് ചിരിക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നയനെ ആദർശം കൂടെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോവാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പം ആദർശ അകത്ത് തിരുമേനിനെ കാണുവാണ് കേട്ടോ. എനിക്ക് വാഴക്കല്യാണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തിരുമേനിനെ കാണുവാണ്. അപ്പോഴേക്കും ആദർശം പറയണേ, ഇയാൾ ഒറ്റരാൾ കാരണം എൻ്റെ അനിയൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. അന്ന് പുരോഹിതൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പോഴേക്കും തിരുമേനി പ്രസാദമൊക്കെ ആയിട്ട് പുറത്തേക്ക് വരും കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട ആദർശേട്ടാ വിട്ടേക്ക്, ഇനി അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറയുകയാണ്. തിരുമേനി ഇവരെ കാണുമ്പോഴേ ചോദിക്കുന്നുണ്ട്, അനിയൻ്റെ ജീവിതം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു തിരുമേനി എന്ന് പറയുക. എന്നാലും ആദർശന് ആ ദേഷ്യം ഒന്നും അങ്ങ് അടക്കാൻ പറ്റാതെ ആദർശം പറയുകയാണ്, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. തിരുമേനിക്കെന്ന് പുരോഹിതനെ അറിയാവുന്നതല്ലായിരുന്നോ? ഇങ്ങനെ ഒരു ജാതകത്തിൽ പ്രശ്നം കണ്ടപ്പം അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചു കൂടായിരുന്നോ? അത്ര നല്ല രീതിക്കൊന്നും അല്ല അവരുടെ ബന്ധം പോകുന്നതെന്നുള്ള രീതിയിൽ തന്നെ ആദർശം തുറന്നു പറയും കേട്ടോ. അപ്പോഴേക്കും തിരുമേനി പറയാണ്, അതെനിക്കൊരു തെറ്റ് പറ്റിയതാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അന്ന് എന്നെ പുരോഹിതൻ ഒരുപാട് വഴക്കും പറഞ്ഞു അതിൻ്റെ പേരിൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചാൽ മാറാത്തതായിട്ടൊന്നുമില്ല, എല്ലാ വിധിയും മാറും. അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുക, അവരോട് ഇടയ്ക്ക് ക്ഷേത്രത്തിലോട്ട് ഇറങ്ങാമെന്നുള്ള രീതിയിൽ തിരുമേനി പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അങ്ങനെ എല്ലാ വിധിയും പ്രാർത്ഥിച്ചാൽ മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല, അനുഭവമുണ്ട് തിരുമേനി എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ആദർശം നയനയോട് പറയാണ്, അന്ന് എല്ലാവരും പറഞ്ഞിട്ട് നമ്മളിവിടെ തൊട്ടിൽ കിട്ടിയായിരുന്നല്ലോ കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് കെട്ടണം എന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ സമയമായി. മുത്തശ്ശന് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകുന്ന കാര്യം ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാ നമുക്ക് പോയൊരു തൊട്ടിൽ കെട്ടാമെന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി നേർച്ചയൊക്കെ കഴിക്കും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ആദർശ നയനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോയിട്ടുണ്ടോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാനങ്ങനെ പോയിട്ടില്ല, ചേച്ചിയും നന്ദുവൊക്കെ പിന്നെയും പോയിട്ടുണ്ട്. ഞാൻ അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, അവരുടെ പ്രാരാബ്ദങ്ങളൊക്കെ ഓർത്ത് ഞാൻ എവിടെയും പോയിട്ടില്ല ആദർശേട്ടാന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ആദർശം പറയാണ്, എങ്കിൽ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ? നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സമയങ്ങൾ ആയിരിക്കുമല്ലോ. കേരളത്തിൽ പല സ്ഥലത്തും ഒത്തിരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുണ്ട്, എവിടെയെങ്കിലും നമുക്ക് പോവാം. അവിടെയൊക്കെ തന്നെ നമുക്ക് ഗസ്റ്റ് ഹൗസും ഉണ്ട്, അപ്പോൾ നമ്മളത് ഉപയോഗിക്കണ്ടേ? അച്ഛനും മുത്തശ്ശനൊക്കെ ഇത് പണ്ടേ പറഞ്ഞതായിരുന്നു എന്നിങ്ങനെ ആദർശ് പറയും കേട്ടോ. അത് കഴിയുമ്പോൾ നയന പറയാണ്, എല്ലാ ആദർശേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതുമാത്രമല്ല നീ അനന്തപുരി പോലെ ഒരു വലിയ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, അതിനും കൂടെ എനിക്ക് ഡിസൈനും വരച്ച് തരുന്നുണ്ട്. അപ്പം നിൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ എനിക്കൊരു കുറ്റബോധം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്ന അതിന് പറയണം, ആഹാ അപ്പോൾ കുറ്റബോധം കൊണ്ടാണോ ഇഷ്ടം കൊണ്ടല്ലെങ്കിൽ നിൽക്കുമ്പോൾ ആദർശം പറയണം, രണ്ടും ഉണ്ട്. പക്ഷേ നീ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നിനക്ക് കുറച്ച് റിലാക്സേഷൻ വേണം, നിനക്കൊരു വെക്കേഷൻ വേണമെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നാളെ തന്നെ പോയി കളഞ്ഞേക്കാം എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിക്കുവാണ് കേട്ടോ ആദർശം നയനയും താഴെ വന്ന്. അപ്പോഴേക്കും മുത്തശ്ശനോട് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശൻ്റെ ഒക്കെ ആഗ്രഹപ്രകാരം ഒരു പുതിയ ജീവിതം തുടങ്ങാനാണ് തീരുമാനിച്ചേക്കുന്നത്, ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാമെന്നാണ് ഓർത്തേക്കുന്നതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശൻ എടുത്തടിച്ച് പോലെ വയ്ക്കുക, അപ്പോൾ ഇതുവരെ ഹണിമൂണൊന്നും ആയില്ലായിരുന്നല്ലേ. അത് കേട്ട് ഒരു ഉത്തരവില്ലാതെ ആദർശം നയനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ വടിയോടുത്ത് അടിയോട് മേടിച്ച പോലെ ആയിപ്പോയല്ലോ മോനെ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പിന്നെ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റുവേല എന്നെൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നയനമോൾ നിൻ്റെ ജീവിതത്തിലോട്ട് വന്നാൽ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് പറയാണ്, നേരെ പുരോഹിതൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം മുത്തശ്ശൻ ഇച്ചിരി കടുപ്പിച്ച് പറയാണ്, ഏറെക്കുറെയല്ല അതാണ് ശരി എന്നിങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശനും ഒരു ഞങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കണം എന്നല്ലേ ആഗ്രഹം, അതെന്തായാലും സാധിച്ചു തരണം എന്ന് തന്നെയാണ് എനിക്കും ആഗ്രഹം എന്ന് പറയുവാണ്. ഇത് കേൾക്കും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവും കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയാണ്, മോനെ ആദർശേ, നിൻ്റെ വില എന്താണെന്ന് നിനക്കറിയത്തില്ല. നിന്നെ അറിയാവുന്നവർ നിന്നോട് പറയുന്നുണ്ടാവുകയില്ല, ചിലപ്പോൾ എന്നെ അറിയാവുന്നവർ എന്നോടുള്ള ഭക്തിയും ബഹുമാനവും കൊണ്ട് ചിലപ്പം പറയാറില്ല.
മുത്തശ്ശനേക്കാളും നീ ഒരുപാട് വളർന്നു എന്ന് അടക്കം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ മുത്തശ്ശനെ കൊന്നു എന്ന് തന്നെ പറയാം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശൻ അതിനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, കൊന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. എൻ്റെ പേര് ഇപ്പം നിൻ്റെ പേരിൻ്റെ കൂടെയാണ് അറിയപ്പെടുന്നത്. നിൻ്റെ പേര് വന്നപ്പോൾ എൻ്റെ പേര് അറിയപ്പെടാത്ത അവസ്ഥയിലോട്ടായി എന്നുള്ള രീതിയിൽ പറയൂ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പക്ഷെ നമ്മുടെ ആദർശനാകെ വിഷമമാവാണ്. മുത്തശ്ശൻ അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് പറയുന്നതാണെങ്കിലും ആദർശത് കേൾക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്